ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് BSOE 142 ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്ന പേപ്പറാണ്. ഈ പേപ്പർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സോഷ്യോളജി, പിന്നെ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ പറ്റിയാണ് ഈ പേപ്പർ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ പേപ്പർ 12 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്ററായ ദ മേജർ ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ആന്റിസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ, അതായത് സാമൂഹ്യപരമായും ഭൗതികപരമായും എന്താണ് സോഷ്യോളജി എന്ന സബ്ജക്റ്റിന്റെ നാൾവഴിയിൽ എന്താണെന്ന് നോക്കുന്നുണ്ട് നമ്മൾ. പിന്നെ അന്നത്തെ സോഷ്യോ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, റിഫോം മൂവ്മെന്റ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ആന്റിസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി സ്പാൻസ് ഓവർ 4000 ഇയേഴ്സ്, അതായത് 4000 ഇയേഴ്സിന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയാണുള്ളത്. ആൻഡ് വി ഹാവ് എ റിച്ച് cultural heritage. Its cultural heritage includes religious and philosophical works in classical languages like Sanskrit, Prakrit and Pali. അതായത് നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം അത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ടുള്ള പാലി, സംസ്കൃത്, പ്രാകൃത് തുടങ്ങിയ ക്ലാസിക്കൽ ലാംഗ്വേജിൽ രചിക്കപ്പെട്ട ഫിലോസഫിക്കൽ ആൻഡ് റിലീജിയസ് ലിറ്ററേച്ചർ ആയിരുന്നു. ആൻഡ് ഓൾസോ ഇത് ആദ്യത്തെ ഒരു പീരീഡാണ്. അത് കഴിഞ്ഞിട്ട് 9ാം നൂറ്റാണ്ടിൽ ഭക്തി മൂവ്മെന്റ് വന്നതോടെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറയും, അതിൽ രചിക്കപ്പെടുന്ന ലിറ്ററേച്ചർ വർക്ക്സ് കുറയും. പകരം എന്താണ് റീജിയണൽ ലാംഗ്വേജസിൽ കൂടുതൽ ലിറ്ററേച്ചർ വർക്ക്സ് അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികൾ വരാൻ തുടങ്ങി. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള അവാരി, ബ്രജ്, മൈഥിലി, ബംഗാളി, ആസാമി, വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള മറാത്തി, സദേൺ ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള കന്നഡ, തമിഴ്, തെലുങ്കു ആൻഡ് മലയാളം. ഈ ലാംഗ്വേജസിൽ കൂടുതൽ ലിറ്ററേച്ചർ വർക്കുകൾ രചിക്കാൻ തുടങ്ങി. ആൻഡ് ഓൾസോ India has a rich tradition of classic and folk performing arts, architecture and sculptures. അതായത് നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് പെർഫോമിംഗ് ആർട്സ്. നമുക്കറിയാം, നമുക്ക് ക്ലാസിക്കലും ആയിട്ടുള്ളതും ഫോക്ക് ആയിട്ടുള്ള പെർഫോമിംഗ് ആർട്സ് ഉണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്. India is a pluralistic socio-cultural formation including diverse groups like tribal communities, agriculturists and urban dwellers. അതായത് എല്ലാ എല്ലാ ജോഗ്രഫിക്കൽ ഏരിയസിലുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്ലൂറലിസ്റ്റിക് സോഷ്യോ കൾച്ചറൽ ഫോർമേഷൻ ആണ് ആർക്കുള്ളത്, ഇന്ത്യൻ സൊസൈറ്റിക്കുള്ളത്. ഇത് പ്രീ ബ്രിട്ടീഷ് ഇറയിലെ ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അന്ന് പ്രീ ബ്രിട്ടീഷ് ഇറയിലെ നമ്മുടെ സോഷ്യൽ തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഫിലോസഫി കൺസിസ്റ്റ് ഓഫ് 6 മെയിൻ സ്കൂൾസ് ഓഫ് തോട്ട്. അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹിന്ദു ഫിലോസഫി എന്ന് പറയുന്നത്. ഈ ഹിന്ദു ഫിലോസഫി 6 സ്കൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: യോഗ, സാഖ്യ, ന്യായ, വൈശേഷിക, വേദാന്ത, മീമാംസ. ഈ 6 സ്കൂളാണ് അന്നത്തെ ഹിന്ദു ഫിലോസഫി എന്ന് പറയുന്നത്. ആൻഡ് വി ഓൾസോ ഉപനിഷത്ത് അല്ലേ. അപ്പൊ ഇതിന്റെ കോർ എന്നൊക്കെ പറയുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ഇന്നർ ലൈഫ് ആൻഡ് ഹ്യൂമൻ ഡെസ്റ്റിനി ഒക്കെ ആയിരുന്നു ഈ ഫിലോസഫിക്കൽ ടെക്സ്റ്റിന്റെ കോർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എപ്പാർട്ട് ഫ്രം ഹിന്ദു ഫിലോസഫി വി ഹാവ് ബുദ്ധിസ്റ്റ് ഫിലോസഫി ഉണ്ടായിരുന്നു, ജെയിൻ ഫിലോസഫി ഉണ്ടായിരുന്നു. And the primary goal of many Indian philosophy is salvation, which implies freedom from the cycle of birth and death. അപ്പം മെനി ഫിലോസഫിയുടെ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ളൊരു ഫിലോസഫിക്കൽ തോട്ട്സിന്റെ ഒക്കെ എന്ന് പറയുന്നത് അവരുടെ ഗോൾ എന്ന് പറയുന്നത് ടു അറ്റൈൻ സാൽവേഷൻ. എന്താണ് സാൽവേഷൻ? ഫ്രീ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അതായത് ഇതിൽ നിന്നുള്ള ഒരു മോചനമാണ് അവർ സാൽവേഷൻ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ആൻഡ് വി ഓൾസോ ഹാവ് ഇസ്ലാമിക് ഫിലോസഫി. ഫോർ എക്സാമ്പിൾ നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന സൂഫിസം ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് വി ഹാവ് എ ജെയിൻ റിലീജിയൻ അല്ല, നമ്മുടെ സിഖ് റിലീജിയൻ. ഇറ്റ് വാസ് എ യുണീക് ബ്ലെൻഡ് ഓഫ് ഇസ്ലാമിക് ആൻഡ് ഹിന്ദു ഫിലോസഫിയുടെ ഒരു യുണീക് ബ്ലെൻഡ് നമുക്ക് സിഖ് റിലീജിയനിൽ കാണാൻ പറ്റും. ആൻഡ് the tolerant attitude was one of the feature of
ദീസ് സോഷ്യൽ തോട്ട്സ്. ഈ സോഷ്യൽ തോട്ട്സിന്റെ ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ടോളറന്റ് ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഇതൊക്കെ പ്രീ ബ്രിട്ടീഷ് ഇറയിലെ ഉണ്ടായിരുന്ന നാൾവഴികളാണ്. ഇനി ബ്രിട്ടീഷ് ഇറയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ദ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ട്രഡീഷണൽ സ്ട്രക്ചർ. അതായത് ബ്രിട്ടീഷുകാർ വന്നതോടെ ഈ ഇന്ത്യൻ നമുക്കൊരു ട്രഡീഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു പരമ്പരാഗത ഘടന, അത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ലാംഗ്വേജസ് ആയിട്ടുള്ള സംസ്കൃതം, പേർഷ്യൻ, ഇതൊക്കെ റീപ്ലേസ് ചെയ്തു? ഇംഗ്ലീഷ് ലാംഗ്വേജ് റീപ്ലേസ് ചെയ്തു. അങ്ങനെ സംസ്കൃതത്തിനും പേർഷ്യനും ഒരു ഡിക്ലൈൻ സംഭവിച്ചു. ആൻഡ് ഓൾസോ ദ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ്, അതായത് റൂറൽ ഏരിയയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ്, എല്ലാ ഉൽപ്പന്ന വസ്തുക്കളും ചെയ്തു? ബ്രിട്ടീഷിന്റെ മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ എക്കണോമി ഡിക്ലൈൻ ചെയ്തു. ആൻഡ് വി ഓൾസോ ഹാവ് എ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ വില്ലേജ്. The British introduced modern infrastructure like railways, postal service and telegraphs, improving communication across the India. ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ടെലഗ്രാഫ്, പോസ്റ്റൽ സർവീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഓൾസോ അതായത് നേരത്തെ ഉണ്ടായിരുന്ന വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ സർവീസ് ആയിരുന്നു. ഇത് ബ്രിട്ടീഷുകാർ കുറച്ചുകൂടെ ഡീസെൻട്രലൈസ് ആക്കിയിട്ട് എല്ലാ ഏരിയയിലേക്കും ഈ സർവീസുകൾ വ്യാപിപ്പിച്ചു. ആൻഡ് ഓൾസോ അടുത്ത ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പ് വാസ് ട്രാൻസ്ഫോം വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കൂൾസ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി. അതായത് ഇന്ത്യയിൽ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും തുടങ്ങി. ആൻഡ് ഓൾസോ ദ എഡ്യൂക്കേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ ആര് കൊണ്ടുവന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് കൂടുതൽ വ്യാപിപ്പിക്കാനായി തുടങ്ങി. അപ്പൊ നമ്മൾ കണ്ടു ബ്രിട്ടീഷ് മോഡേൺ എഡ്യൂക്കേഷൻ ആര് കൊണ്ടുവന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് കൂടുതൽ വ്യാപിപ്പിക്കാനായി തുടങ്ങി. അപ്പൊ നമ്മൾ കണ്ടു ബ്രിട്ടീഷ് റൂള് ഗ്രാജുവലി എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഉണ്ടായ വലിയൊരു ചേഞ്ചാണ് എമർജൻസ് ഓഫ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഈ മിഡിൽ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിന്ന ആണെന്ന് പറയുന്നത് ഫ്യൂഡൽ സിസ്റ്റമാണ്. അതായത് സമീന്ദാസ്, താലൂക്ദാസ്, രാജാസ് ഇവരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് സമയത്ത് ഇവരുടെയൊക്കെ ഡോമിനൻസ് കുറയും, ആ കാറ്റഗറി ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പുതിയൊരു ഗ്രൂപ്പ് വന്നു. ദേ ആർ കോൾഡ് മിഡിൽ ക്ലാസ് ആൻഡ് അല്ലെങ്കിൽ മധ്യവർഗം എന്ന് പറയുന്നത്. ആൻഡ് ദേ വെയർ ഡോമിനേറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ പബ്ലിക് സ്പിയർ. എല്ലായിടത്തും അവരാണ് ഡോമിനേറ്റ് ചെയ്തത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമ്മുടെ സോഷ്യൽ തിങ്കേഴ്സ് അവരെല്ലാം ഏറ്റവും കൂടുതൽ വന്നത് ഈ മിഡിൽ ക്ലാസ്സിൽ നിന്നാണ്. ഒരു ഡൊമസ്റ്റിക് ലൈഫിൽ അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ലൈഫിൽ കാസ്റ്റ് അവിടെ ഡോമിനേറ്റ് ആകുകയും, എന്നാൽ പബ്ലിക് ലൈഫിൽ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ. നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സോഷ്യോ കൾച്ചറൽ സിമിലാരിറ്റിയുടെ, ഇക്കണോമിക് സിമിലാരിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റസിന്റെ ഒരു സിമിലാരിറ്റി മാത്രമല്ല, ദേ ഷെയർഡ് എ കോമൺ സോഷ്യോ കൾച്ചറൽ എലമെന്റ് ഓൾസോ. ആൻഡ് ഇവരുടെ എയിം അല്ലെങ്കിൽ ഇവരുടെ ഫോക്കസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ സൊസൈറ്റിയെ നോംസ് അതൊക്കെ കുറച്ച് കൺസർവേറ്റീവ് ആണ്. ഇതൊക്കെ ഇവോൾവ് ചെയ്ത് ഒരു ന്യൂ സൊസൈറ്റി എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് ദ സോഷ്യൽ ആന്റിസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിനെ പറ്റിയാണ്. അപ്പൊ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ദർ ആർ 2 ടൈപ്പ് ഓഫ് റിഫോം മൂവ്മെന്റ്സ് ഉണ്ട്. ഒന്ന് റിഫോമിസ്റ്റ് മൂവ്മെന്റും, രണ്ട് റിവൈവലിസ്റ്റ് മൂവ്മെന്റും. റിഫോമിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു റെവല്യൂഷണറി നേച്ചറാണ്. അതായത് എക്സിസ്റ്റിംഗ് സിസ്റ്റം ഫുൾ ചേഞ്ച് ചെയ്യണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു റെവല്യൂഷണറി നേച്ചറാണ്. സഡൻ ചേഞ്ച് ആണ് വേണ്ടത്. എന്നാൽ റിവൈവലിസ്റ്റ് മൂവ്മെന്റിനാകട്ടെ ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർ ഒരു പതിയെ ഒരു പീസ്ഫുൾ ഒരു നേച്ചറാണ് എന്നു പറയുന്നത് റിവൈവലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 റിഫോമിസ്റ്റ് മൂവ്മെന്റും 2 റിവൈവലിസ്റ്റ് മൂവ്മെന്റാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് റിഫോമിസ്റ്റ് മൂവ്മെന്റിൽ രാജാ റാംമോഹൻ റോയ്. നമുക്കറിയാം ഹീസ് എ റിഫോമിസ്റ്റ് ഹു കെയിം ഫ്രം ബംഗാൾ. ബംഗാളാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. ആൻഡ് ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്. ആൻഡ് ഹി വാസ് അഗൈൻ, അതായത് സോഷ്യൽ ഈവിൽ അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യൻസും ദുരാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ട് സതി നിർത്തലാക്കി, ഇൻഫന്റിസൈഡിനെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു. ആൻഡ് ഹി അഡ്വക്കേറ്റഡ് ഫോർ, അദ്ദേഹത്തിന്റെ
അഡ്വക്കേറ്റ് ഫോർ എ ന്യൂ റിലീജിയൻ, ഒരു ന്യൂ റിലീജിയൻ ആണ് അദ്ദേഹം അതിനു വേണ്ടിയാണ് വാദിച്ചത്. അപ്പം ആ റിലീജിയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ഫിലോസഫിയും വേദാന്തയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു റിലീജിയൻ. അപ്പം അദ്ദേഹം എന്താണ് മോണോത്തിസം ഹി പ്രൊമോട്ടഡ് എന്ത് മോണോത്തിസം എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസം ആൻഡ് നോൺ ഐഡൽട്രസ് വർഷിപ്പ്, അതായത് വിഗ്രഹാരാധന അദ്ദേഹം പൂർണ്ണമായി എതിർത്ത്. ആൻഡ് ഹി റിജക്റ്റഡ് കാസ്റ്റിനെ പൂർണ്ണമായും അദ്ദേഹം റിജക്ട് ചെയ്തു. ഇപ്പം ഇവര് ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിഫോമിസ്റ്റ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവർ ട്രഡീഷനെ, ഇന്ത്യൻ ട്രഡീഷനെ വെല്ലുവിളിച്ചു കൊണ്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത് കാരണം തന്നെ അദ്ദേഹത്തിന് വളരെയധികം എതിർപ്പ് എവിടെ നിന്നുണ്ടായി? ഓർത്തഡോക്സ് ഗ്രൂപ്പിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. എന്നാലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഒരു അർബൻ ക്ലാസ്സിൽ അദ്ദേഹത്തിന് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് മഹാദേവ് ഗോവിന്ദ റാണ്ടെയാണ്. അദ്ദേഹം ഒരു ജൂറിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ബ്രഹ്മസമാജിനെ ഇൻഫ്ലുവൻസ് ആക്കിയിട്ട് പ്രാർത്ഥനാ സമാജം എന്നും പറഞ്ഞിട്ട് രൂപീകരിച്ചു. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ചേഞ്ച് ചെയ്യുക തന്നെയാണ്. പക്ഷെ അത് ഒരു ട്രഡീഷൻസിനെ വെല്ലുവിളിച്ചിട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ കുറച്ച് ഒപ്പോസിഷനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഡയറക്ട്ലി ചേഞ്ച്, ഒരു എഡ്യൂക്കേഷൻ വഴി റിഫോം ചെയ്യുക എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് റിവൈവലിസ്റ്റ് മൂവ്മെന്റ്. ഒന്ന് ആര്യ സമാജ് ബൈ ദയാനന്ദ സരസ്വതി. അല്ലെങ്കിൽ ആര്യ സമാജ് they put forward a society to revival the Hinduism, Vedic traditions. ഇതൊക്കെയായിരുന്നു അവര് റിവൈവ് ചെയ്യാൻ ശ്രമിച്ചത്. എന്നാലും അതിന്റെ കൂടെ തന്നെ അവര് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ എതിർത്തു, ഈക്വൽ സൊസൈറ്റിക്ക് വേണ്ടി വായിച്ച ഒരുപാട് എക്സസീവ് റിച്വലിസം ഇൻ ഹിന്ദു സൊസൈറ്റി, അതിനെയൊക്കെ അവര് എതിർത്താണ് നിന്നത്. ആൻഡ് ഒരു സോഷ്യൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ അവരുടെ എഡ്യൂക്കേഷനാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇനി രണ്ടാമത്തെ പഠിക്കുന്നത് രാമകൃഷ്ണ മിഷൻ ബൈ വിവേകാനന്ദ. അവർക്കൊരു ടു-ഫോൾ പർപ്പസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക എന്ന് വെച്ചിട്ടാണെങ്കിൽ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്ത് പോവർട്ടി ഇല്ലാതാക്കുക എന്നായിരുന്നു അവർ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റിംഗ് ഇന്ത്യൻ വേദാന്ത ടു വെസ്റ്റേൺ കൾച്ചർ, അതായത് വേദാന്ത വെസ്റ്റേൺ കൾച്ചറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നായിരുന്നു. അതായത് സ്പിരിച്വാലിറ്റി ഇംപ്ലാന്റ് ചെയ്യുക, വെസ്റ്റേൺ നേഷൻസിൽ ഇംപ്ലാന്റ് ചെയ്യുക എന്നായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ദേ ബിൽഡ് സ്കൂൾസ്, ഹോസ്റ്റൽസ് ഇൻ അർബൻ ഏരിയ, വില്ലേജ് ആൻഡ് റൂറൽ ഏരിയസ് ആൻഡ് ട്രൈബൽ ഏരിയസിലൊക്കെ എന്ത് ചെയ്തു? ഇതേപോലെ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിച്ചു. ഇനി അടുത്ത അതർ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്സിൽ ഉണ്ടായിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ്, ഡീഫോറസ്റ്റേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് അൺബാലൻസ് സെക്സ് റേഷ്യോ, ഇതൊക്കെയായിരുന്നു അതർ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പം അന്ന് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിന് ഏർലി പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് 1885 ഒക്ടാവിയസ് ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. അതായത് ഇറ്റ് ഈസ് എ ഫോറം ഫോർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ, ഡിബേറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോറം ആയിരുന്നു. ഇപ്പം ആദ്യം അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്, അതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് അർബൻ എലൈറ്റ്സ് ആയിരുന്നു. കൂടുതൽ ഒരു അർബൻ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് നേച്ചർ ആയിരുന്നു എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേച്ചർ എന്ന് പറയുന്നത്. എന്നാൽ 1917 മഹാത്മാഗാന്ധി ഇതിലേക്ക് വന്നവിടെ ഇതിനൊരു മാസ് അക്സെപ്റ്റൻസ് കിട്ടുകയാണ്. അതൊരു അങ്ങനെ ഒരു മാസ് ബേസ്ഡ് പാർട്ടി ആയിട്ട് മാറി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി. അതായത് ആരെയൊക്കെ ഉൾക്കൊള്ളിച്ചു? പെസൻസിനെ ഉൾക്കൊള്ളിച്ചു, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ ഉൾക്കൊള്ളിച്ചു, ആർട്ടിസൻസിനെ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് പിന്നീടുണ്ടായ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മൂവ്മെന്റ്സ് ആണ്. ഒന്ന് സ്വദേശി മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം ഇതിൽ നമ്മുടെ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് മരിക്കുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ ജയിൽ അടക്കപ്പെടുകയും ചെയ്തു. ആൻഡ് ഓൾസോ ഇതിന്റെ ഒരു നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഒരു ഡിസ്റ്റിങ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ വയലൻസ് മൂവ്മെന്റ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് കോംപ്ലിമെന്ററി നേച്ചർ ഓഫ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്. അതായത് ഇതെങ്ങനെയാണ് പരസ്പരം ഹെൽപ്പ് ചെയ്തെന്ന് അറിയാം. നമുക്ക് നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തു റിലീജിയസ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഈ റിലീജിയസ് മൂവ്മെന്റ്സ് എങ്ങനെയാണ് അന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു സെൽഫ് കോൺഫിഡൻസും എഡ്യൂക്കേഷൻ കൊടുത്തു.
അങ്ങനെ ഒരു സെൽഫ് അവയർനെസ് അവർക്ക് ഉണ്ടായി. അപ്പം ഇത് ആൻഡ് ദ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എന്താണ് ചെയ്തത്, ഒരു രാഷ്ട്രീയ അവബോധം, പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്നുണ്ട് എമോങ് ഇന്ത്യൻസ് എന്താണ് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഇത് രണ്ടും ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു എന്താണ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യും, പരസ്പരം ഒരു കോപ്പറേറ്റ് ചെയ്ത് ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്ത നോക്കുന്നത് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ വിറ്റ്നസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് റിലേറ്റഡ് ടു 1 പെസന്റ് മൂവ്മെന്റ്, 2 നക്സലൈറ്റ് മൂവ്മെന്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ മൂവ്മെന്റ്സ്, വിമൻ മൂവ്മെന്റ് ആൻഡ് സ്റ്റുഡന്റ് ആൻഡ് യൂത്ത് മൂവ്മെന്റ്സ്. അപ്പൊ 5 മൂവ്മെന്റ്സ് ആണ് എന്താണ് ആ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ ഉണ്ടായിരുന്നത്. 1 പെസന്റ് മൂവ്മെന്റ്സ്, 2 നക്സലൈറ്റ് മൂവ്മെന്റ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ മൂവ്മെന്റ്സ്, വിമൻ മൂവ്മെന്റ്സ് ആൻഡ് സ്റ്റുഡന്റ് ആൻഡ് യൂത്ത് മൂവ്മെന്റ്സ്. അപ്പൊ ഇത്രയും ഈ മൂവ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്തു, നമ്മുടെ സ്കോളേഴ്സ് പഠിക്കുകയും ഇതിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് എന്താണെന്നൊക്കെ എന്താണ് നമ്മുടെ സ്കോളേഴ്സ് പഠിക്കും. അങ്ങനെയുള്ള സ്കോളേഴ്സ് ആണ് 1 മുഖർജി, റാവു, ഉമ്മൻ ആൻഡ് ബെയ്ലി, ഖൊത്താരി, ദേശായി, ഇവരൊക്കെയാണ് എന്താണ് ഈ മൂവ്മെന്റ്സ് പഠിച്ചത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റലക്ച്വൽ ആന്റിസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ, അഥവാ ഭൗതികപരമായിട്ടുള്ള നാൾവഴികൾ എന്താണെന്നാണ് നോക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാഹിത്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃതം അപ്പോ ഈ റിലീജിയസ് ടെക്സ്റ്റുകൾ ആയിക്കോട്ടെ, ഇപ്പോ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ടെക്സ്റ്റുകൾ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോമിനന്റ് ലാംഗ്വേജ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് സംസ്കൃതം എന്ന് പറയുന്നത്. എന്നാൽ ഭക്തി മൂവ്മെന്റ് 9ാം നൂറ്റാണ്ടിലെ ഭക്തി മൂവ്മെന്റ് വന്നതോട് കൂടി ഈ ലാംഗ്വേജ് സംസ്കൃതത്തിൽ രചിക്കപ്പെടുന്ന സാഹിത്യങ്ങളുടെ അളവ് കുറയുകയും പകരം റീജിയണൽ ലാംഗ്വേജ്, നമ്മൾ നേരത്തെ പഠിച്ചു റീജിയണൽ ലാംഗ്വേജസിൽ സാഹിത്യ സൃഷ്ടികൾ വരാൻ തുടങ്ങി. ഇപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി റീജിയണൽ ലാംഗ്വേജിന്. ഭക്തി പോയിറ്റ്സ് ആയിട്ടുള്ള സൂർദാസ്, കബീർദാസ്, തുളസീദാസ്, നാംദേവ് ഇവരൊക്കെ അവരവരുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്തു, ലിറ്ററേച്ചർ വർക്ക്സ് രചിക്കാൻ തുടങ്ങി. എന്നിരുന്നാൽ പോലും ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് നടന്നിരുന്നെങ്കിൽ പോലും ഇന്ത്യൻ എലൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് പീപ്പിള് സംസ്കൃതത്തെ ഒരു എന്താണ് സേക്രഡ് അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് ലാംഗ്വേജ് ആയിട്ടാണ് കരുതി പോന്നിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ കൊളോണിയൽ റൂളിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു, ഈ സംസ്കൃതം എന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ ഇംഗ്ലീഷ് ലാംഗ്വേജ് റീപ്ലേസ് ചെയ്തു. എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേഷൻ ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷൻ വൈസ് ആയിക്കോട്ടെ, സംസ്കൃതം മാറി അവിടെ എന്താണ് ഇംഗ്ലീഷ് വന്നു. English began to replace Sanskrit among the educated elites. This shift created a dilemma between traditional Sanskrit learning and modern English education. ഈ ഒരു ഷിഫ്റ്റ് ഒരു കൺഫ്യൂഷൻ ഡെലിമ ആരുടെ ഇടയിൽ ഉണ്ടാക്കി, അന്നത്തെ എലൈറ്റ് പീപ്പിളിന്റെ ഇടയിൽ ഉണ്ടാക്കി. എന്താണ്, അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കൃതം പഠിക്കണോ അതോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണോ എന്നൊരു കൺഫ്യൂഷൻ അവരുടെ ഇടയിൽ ഉണ്ടാക്കി. The Indian intellectuals face a conflict between holding upon to traditional values and embracing modern Western ideals like rationality, freedom and equality. അതായത് അന്നത്തെ ഇന്ത്യൻ ഇന്റലക്ച്വൽസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽസ് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, എന്ത് ചെയ്യണം. അതായത് ദേ വെയർ അട്രാക്റ്റഡ് ടു ദ വെസ്റ്റേൺ വാല്യൂസ് അല്ലെങ്കിൽ മോഡേൺ വാല്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാഷണാലിറ്റി, ഇപ്പൊ ഫ്രീഡം, ഇക്വാലിറ്റി തുടങ്ങിയ എന്താണ് വെസ്റ്റേൺ വാല്യൂസ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ വാണ്ട് ടു ഹോൾഡ് ദ ട്രഡീഷണൽ വാല്യൂസ്, കസ്റ്റംസ് ഇതെല്ലാം ഹോൾഡ് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനൊരു കൺഫ്യൂഷൻ എന്ത് ഉണ്ടായി, ഈ ഇന്റലക്ച്വൽസിന്റെ ഇടയിൽ ഉണ്ടായി. അതായത് പ്രിസർവിംഗ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി ഓർ എംബ്രേസ് വെസ്റ്റേൺ മോഡേണിറ്റി ആൻഡ് പ്രോഗ്രസ്. അതായത് ഒരു കൾച്ചറൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ട്രഡീഷണൽ വാല്യൂസ് ഹോൾഡ് ചെയ്യണോ അതോ ഹാവ് ടു എംബ്രേസ് ദ മോഡേണിറ്റി ആൻഡ് പ്രോഗ്രസ്. മോഡേണിറ്റി ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുമ്പം സയൻസ് ആൻഡ് ടെക്നോളജീസ്, എഡ്യൂക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് വേണോ അത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈസ്റ്റേൺ, അതായത് ഇന്ത്യയിലുള്ള സ്പിരിച്വാലിറ്റി വേണോ അതോ എന്താണ് വെസ്റ്റേൺ മോഡേണിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ച് വേണോ എന്തായിരുന്നു ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ദേ വേ കൺഫ്യൂസ്ഡ് ടു ചൂസ് വൺ. ആൻഡ് ഇവിടെ സ്കോളേഴ്സ് ലൈക്ക് എഡ്വേർഡ് ചിൽസ് പോലുള്ള സ്കോളേഴ്സ് ഇതിനെ ഒരു ടെൻഷൻ ആയിട്ടാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ടെൻഷൻ ബിറ്റ്വീൻ ഓൾഡ് വാല്യൂസ് ആൻഡ് ന്യൂ വാല്യൂസ്.
അതായിട്ടാണ് ഇതിനെ ഈ ഒരു കൺഫ്യൂഷനെ പറയുന്നത്. നമ്മൾ അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ എല്ലാ ഒരു ഐഡിയോളജീസിലും 2 ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം ഇവിടെ ഉണ്ടായിരുന്നു 2 ഗ്രൂപ്പ്. ഒന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി വേണം, അടുത്തത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണമെന്ന്. അപ്പം ഇവിടെ എന്താണ് ഒരു വെസ്റ്റേൺ മോഡേണിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തതാണ് ബിനോയ് കുമാർ സർക്കാർ എന്ന സോഷ്യോളജിസ്റ്റ്. He believed that India was not just spiritual but had a strong materialist component. അദ്ദേഹം വാദിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവര് പറഞ്ഞിരുന്നത് ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി എന്നാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, ബിനോയ് കുമാർ സർക്കാർ പറഞ്ഞത്, ഇന്ത്യയിൽ ഒരു സ്പിരിച്വാലിറ്റി മാത്രമല്ല, എന്തുണ്ട്, ഒരു മെറ്റീരിയലിസ്റ്റിക്, ഒരു പോസിറ്റീവ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ കൂടെ എന്തുണ്ട് ഇന്ത്യക്കുണ്ട്. വെസ്റ്റ് വാസ് പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ഈസ്റ്റ് വാസ് പ്യുവർലി സ്പിരിച്വൽ എന്ന ഐഡിയ എന്ത് ചെയ്തു, ഇദ്ദേഹം റിജക്ട് ചെയ്തു. ആൻഡ് ഹി അഡ്വക്കേറ്റ് ഫോർ ഒരു ഫ്യൂഡൽ പാസ് ടു മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ സൊസൈറ്റിയാണ്. ആ ഒരു പാസ്റ്റിൽ നിന്ന് മാറി ഒരു മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട് ഹി ഡിഡ് നോട്ട് കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ഈ ട്രഡീഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷനെ കംപ്ലീറ്റ്ലി അദ്ദേഹം റിജക്ട് ചെയ്തില്ല. ബിക്കോസ് ദർ ആർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെക്യുലർ നേച്ചർ എന്തിനുണ്ട്, ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. ബട്ട് ഹി വാണ്ട് എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. And he emphasized the need for India to move towards rationalism and adapt the capitalist system. ഒരു റാഷണൽ സിസ്റ്റം അല്ലെങ്കിൽ റാഷണലിസ്റ്റ് അപ്രോച്ച് ആണ് വേണ്ടെന്ന് പറഞ്ഞു. ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് ഇന്ത്യക്ക് വേണ്ടത്. സോ ഈ അഡ്വക്കേറ്റ് ഫോർ റാഷണാലിറ്റി. പുള്ളിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഹിന്ദു സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് തിയറീസ് ഓഫ് ഹിന്ദുസ് ആണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇപ്പം നമ്മൾ എന്താണ് സംസാരിച്ചത്, വെസ്റ്റേൺ അല്ലെങ്കിൽ മോഡേണിറ്റി വേണമെന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പം ഇനി അടുത്തത് സ്പിരിച്വാലിറ്റി വേണമെന്ന് പറയുന്ന നമ്മുടെ ആനന്ദ കുമാരസ്വാമി, അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Kumarasamy was an idealist who focused on the spiritual aspects of Indian society. കുമാരസ്വാമി എന്ന് പറയുന്നത് ഒരു ഐഡിയലിസ്റ്റ് ആണ്. ഐഡിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹു ബിലീവ്സ് ഇൻ ദ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അതായത് ദൈവം, ഗുഡ്നെസ്, വാല്യൂസ് തുടങ്ങി ഇപ്പം വിവേകാനന്ദനൊക്കെ പോലുള്ള അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിനൊക്കെ പോലുള്ള ഒരു അബ്സ്ട്രാക്ട് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്, കുമാരസ്വാമി എന്ന് പറയുന്നത്. He focused on the spiritual aspects of Indian society. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നേച്ചറിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. He emphasized that Indian art and philosophy show everything in universe is interconnected. അതായത് ഇന്ത്യൻ ആർട്ട് ആൻഡ് ഫിലോസഫി അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് എന്നൊരു ഐഡിയ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് എഗെയിൻസ്റ്റ് മെറ്റീരിയലിസം എന്ന് പറയുന്ന ഐഡിയ എവിടെയാണ്, വെസ്റ്റേൺ ഐഡിയ ആണ്. അപ്പം ഇദ്ദേഹം എന്തുകൊണ്ട് മെറ്റീരിയലിസം റിജക്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ പ്രോഗ്രസ് അതൊരു ഹ്യൂമൻ കൈൻഡിന് നല്ലതല്ല, അത് ഒരു അഗ്രസീവ് നേച്ചറാണ്, അത് അഗ്രസീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു, ഒരു ഈ വെസ്റ്റേൺ മോഡേണിറ്റിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഹിസ് ഇമ്പോർട്ടന്റ് വർക്ക്സ് ആർ ദ ഡാൻസ് ഓഫ് ശിവ ആൻഡ് ദ ക്രിസ്ത്യൻ ആൻഡ് ഓറിയന്റൽ ഫിലോസഫി ഓഫ് ആർട്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ വേറെ കുറെ സോഷ്യോളജിസ്റ്റാണ്. ഇപ്പം GS ഗുരെ, രാധാ കമാൽ മുഖർജി ആൻഡ് DP മുഖർജി, ഇവരെല്ലാവരും കൂടെ ഒരു ബാലൻസ് നേച്ചർ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതായത് നമുക്കൊരു ഇന്ത്യയിലെ ഒരു സ്പിരിച്വാലിറ്റിക്ക് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതും നമ്മുടെ ട്രഡീഷനെ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മോഡേൺ ഐഡിയാസ് എന്ന് പറയുമ്പോൾ റാഷണാലിറ്റി, ഇക്വാലിറ്റി, ഫ്രീഡം, പ്രോഗ്രസ് ഇതൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള കുറെ തോട്ട്സ് മാറി അല്ലെങ്കിൽ ആ നോംസ് ആൻഡ് വാല്യൂസ് ചേഞ്ച് ചെയ്ത് ഒരു പ്രോഗ്രസ്സിലേക്ക് ഇന്ത്യൻ സൊസൈറ്റിക്ക് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം രണ്ടും ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് രണ്ട് ഐഡിയാസിലും നല്ലത് എടുത്തിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോം ആയിരുന്നു ഈ സോഷ്യോളജിസ്റ്റുകളെല്ലാം ഫോളോ ചെയ്തിരുന്നത്. അപ്പം ഇതാണ് ഇന്റലക്ച്വൽ സൈഡ് ഓഫ് അല്ലെങ്കിൽ ആന്റിസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത്.
The next and the last topic of this chapter, the emergence of sociology and anthropology in India. സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു പഠനശാഖയായി മാറിയത് എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ചുകൂടി ഒരു ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്ക് ഏർലി കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കിയാൽ, നമ്മുടെ സോഷ്യോളജി ഒരു ഫോർമൽ ആയിട്ട് വരുന്നതിന് മുന്നേ തന്നെ സോഷ്യോളജിസ്റ്റുകൾ, സോഷ്യൽ തിങ്കേഴ്സ്, ഫിലോസഫേഴ്സ് ആൻഡ് ആരാണ് നമ്മുടെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരെല്ലാം കൂടെ ഇന്ത്യൻ സൊസൈറ്റിയെ പഠന വിഷയമാക്കി എന്തിന്റെ അടിസ്ഥാനത്തിൽ റിലീജിയൻ, കാസ്റ്റ് സിസ്റ്റം, ലോ ആൻഡ് ഫാമിലി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൊസൈറ്റി അവർ പഠിച്ചു. ഇൻഡോളജിസ്റ്റുകളായിട്ടുള്ള ഹെൻറി മയനും ആൽഫ്രഡ് ലൈലും ദേ കോൺട്രിബ്യൂട്ടഡ് ടു ഇന്ത്യൻ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി ആൻഡ് ഓൾസോ ദേ അഡ്വക്കേറ്റഡ് ഫോർ പ്രിസർവിംഗ് ഇൻഡിജിനസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സോഷ്യൽ ഇൻഡിജിനസ് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്കിലും പ്രിസർവ് ചെയ്യണമെന്ന് ആര് വാദിച്ചു? ഇൻഡോളജിസ്റ്റുകളായിട്ടുള്ള ഹെൻറി മൈനും ആൽഫ്രഡ് ലൈലും എന്താണ് വാദിച്ചു. ആൻഡ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാര് ദേ കണ്ടക്റ്റഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓൺ ഇന്ത്യൻ പീപ്പിൾ, കൾച്ചർ ആൻഡ് റേസ്. ആൻഡ് ദേ കണ്ടക്റ്റഡ് ബൈ സർവേസ് ആൻഡ് സെൻസസും സർവേസും വഴി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റിയിൽ നടത്തി. ആൻഡ് ദേ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിരുന്നു അവര്. ആൻഡ് നമ്മൾ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും രണ്ട് സബ്ജക്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വളർന്നു വന്നത്. എന്നാൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇതൊരു സൈമൾട്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. സോഷ്യോളജി ഏറ്റവും കൂടുതൽ സ്റ്റഡി അല്ലെങ്കിൽ ആ ഫീൽഡ് എന്ന് പറയുന്നത് അർബൻ ലൈഫ് ആണെങ്കിൽ ആന്ത്രപ്പോളജി കുറച്ചുകൂടെ പഠിച്ചത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് നമുക്ക് അടുത്തത് എംപിരിക്കൽ ഫോക്കസ് ആണ്. അതായത് ബോത്ത് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ ഹാവ് ഹെവിലി ബേസ്ഡ് ഓൺ എംപിരിക്കൽ ഡേറ്റ. ദേ സ്റ്റഡി അഗ്രിഗേറ്റ്സ് ഓഫ് പീപ്പിൾ ഇൻ വേരിയസ് സെറ്റിംഗ്സ് ലൈക്ക് വില്ലേജസ്, ടൗൺസ് ആൻഡ് സിറ്റീസ്. വില്ലേജസ്, ടൗൺ, സിറ്റീസ് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്ററിന്റെ ഇടയിൽ ആണ് എന്ത് ചെയ്തത്? എംപിരിക്കൽ സ്റ്റഡി നടത്തിയിരുന്നത്. British era ethnographic works. British officials like J.R. Huston, Edward Thurston, H. Risley, and the scholars like Henry Maine and W.H. Baden-Powell provided early ethnographic and economic data on Indian society. അതായത് ഇവരെല്ലാം, ഈ സ്കോളേഴ്സ് ആയിക്കോട്ടെ, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇന്ത്യൻ സൊസൈറ്റിയെ ഒരു എത്നോഗ്രാഫിക് സ്റ്റഡിയും എക്കണോമിക് സ്റ്റഡിയും നടത്തിയിരുന്നു. ഇനി ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. Universities in Calcutta, Bombay and Madras were established in 19th century. Education aimed at producing Indians to serve in administrative and lower judiciary roles under British rule. Higher education was in English while lower education was in regional language. അതായത് ഈ എഡ്യൂക്കേഷൻ എന്തിനായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ജുഡീഷ്യറി റോൾസും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും ഒക്കെ ഇന്ത്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ജോലിക്കാരായി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തിനായിരുന്നു എഡ്യൂക്കേഷന്റെ ആ ഒരു എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ലോവർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജിലുമായിരുന്നു നടന്നു പോന്നിരുന്നത്. ഇനി സോഷ്യോളജി ആസ് എ സബ്ജക്ട് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ ഏർലി 20th century ഡ്യൂ ടു ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ കസ്റ്റം ആൻഡ് സൊസൈറ്റി. അതായത് സോഷ്യോളജി ഒരു സബ്ജക്റ്റായി വന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കുക, കസ്റ്റം, ട്രഡീഷൻ ഇതൊക്കെ പഠിക്കുക എന്ന എയിമിലായിരുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ സോഷ്യോളജി എന്ന ശാഖ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പാട്രിക് ഗഡ്സ് introduced sociology at Bombay University in 1914. 1940 പാട്രിക് ഗഡ്സ് ആണ് സോഷ്യോളജി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൽക്കട്ട യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ടീച്ചിങ് സോഷ്യോളജി ഇൻ 1970 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സർ ബ്രജേന്ദ്രനാഥ് സീൽ. ബ്രജേന്ദ്രനാഥ് സീലാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിയുടെ ഒരു ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രജേന്ദ്രനാഥ് സീലായിരുന്നു. ഇനി ലക്നോ യൂണിവേഴ്സിറ്റി became a major center for sociology in 1921, led by Radha Kamal Mukherjee, D.P. Mukherjee and D.N. Majumdar.
അപ്പം ലക്നോ യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെയാണ്? രാധാകമാൽ മുഖർജി, DP മുഖർജി ആൻഡ് DN മജുംദാർ. അപ്പം ഈ 3 യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെയായിരുന്നു സോഷ്യോളജി എന്ന ശാഖ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്? പാട്രിക് ഗഡ്സ് introduced sociology at Bombay University in 1914. 1940 പാട്രിക് ഗഡ്സ് ആണ് സോഷ്യോളജി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൽക്കട്ട യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ടീച്ചിങ് സോഷ്യോളജി ഇൻ 1970 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സർ ബ്രജേന്ദ്രനാഥ് സീൽ. ബ്രജേന്ദ്രനാഥ് സീലാണ് എന്താണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിയുടെ ഒരു ഡെവലപ്മെന്റിന് എന്താണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രജേന്ദ്രനാഥ് സീലായിരുന്നു. ഇനി ലക്നോ യൂണിവേഴ്സിറ്റി became a major center for sociology in 1921 led by രാധാകമാൽ മുഖർജി, DP മുഖർജി ആൻഡ് DN മജുംദാർ. അപ്പം ലക്നോ യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെയാണ്? രാധാകമാൽ മുഖർജി, DP മുഖർജി ആൻഡ് DN മജുംദാർ. അപ്പം ഈ 3 യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെയായിരുന്നു? നമുക്ക് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ പാട്രിക് ഗഡ്സ് ആയിരുന്നു. ഇനി നമ്മുടെ ലക്നോ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ആരാണ്? DP മുഖർജി, DN മജുംദാർ, രാധാകമാൽ മുഖർജിയാണ്. ഇനി നമ്മുടെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലാകട്ടെ ബ്രജേന്ദ്രനാഥ് സീലായിരുന്നു എന്ത് ചെയ്തത്? ഇത് സ്റ്റാർട്ട് ചെയ്തത്. The growth of sociology and social anthropology in India was influenced by the rise of Indian nationalism, which was a reaction to British colonial rule. അതായത് ബ്രിട്ടീഷ്, നമുക്കറിയാം നമ്മൾ ആരാണ് ഭരിച്ചിരുന്നത്, ആ ബ്രിട്ടീഷ് റൂളിന്റെ അതെങ്ങനെയായിരുന്നു, എത്ര റിഗ്രസീവ് ആയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെതിരെയുള്ള ഒരു ഇന്ത്യൻ നാഷണലിസം ഇന്ത്യൻ ജനതയിൽ ഉടലെടുക്കാൻ തുടങ്ങി. ആ ഒരു യൂണിറ്റി, ആ ഒരു നാഷണലിസം എന്ന വികാരമാണ് എന്ത് ചെയ്തത്? സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന സബ്ജക്റ്റിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് പേവ്ഡ് എ വേ എന്ന് പറയില്ലേ, അതിനൊക്കെ റീസൺ ആയത് ഇന്ത്യൻ നാഷണലിസമാണ്. ഇനി മോഡേൺ ലോ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഹൈറ്റൻഡ് സോഷ്യൽ അവയർനെസ് among Indian and contributed to the development of sociology. Modern law, western education, അതായത് എന്താണ് മോഡേൺ ലോ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്സും ഒരു സോഷ്യൽ അവയർനെസ്സും ഇന്ത്യൻ ജനങ്ങളിൽ സൃഷ്ടിക്കുകയും ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. അപ്പം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ലേറ്റസ്റ്റ് സ്കോളേഴ്സ്. അതായത് ലേറ്റസ്റ്റ് സ്കോളേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. DN മജുംദാർ ആൻഡ് NK ബോസ് ഫർദർ ഡെവലപ്പ് സോഷ്യോളജി ഇൻ ഇന്ത്യ. DN മജുംദാറും NK ബോസാണ് പിന്നീട് എന്താണ് സോഷ്യോളജി ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രോമിനന്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. മജുംദാർ ട്രെയിൻഡ് ഇൻ ആന്ത്രപ്പോളജി, കണ്ടന്റ് എക്സ്റ്റെൻസീവ് റിസർച്ച് ഓൺ ട്രൈബ്സ്, റേസസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. അതായത് അദ്ദേഹത്തിന്റെ DN മജുംദാറിന്റെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ട്രൈബ്സും റിസർച്ച്, ഹി കണ്ടക്ടഡ് റിസർച്ച് ഓൺ ട്രൈബ്സ്, റേസസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച്. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. NK ബോസ് ആകട്ടെ ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. ഇന്ത്യൻ സിവിലൈസേഷനും കൾച്ചർ, ഇതായിരുന്നു അദ്ദേഹത്തെ. നമുക്കറിയാം ഇന്ത്യൻ സിവിലൈസേഷൻ എന്താണെന്ന്. അപ്പം അതിനായിരുന്നു അദ്ദേഹം കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇനി അടുത്തത് ഇരാവതി കാർവെയാണ്. ഇരാവതി കാർവെ ഈ സ്റ്റുഡന്റ് ഓഫ് GS Ghurye, വാസ് എ pioneering women sociologist in India. She is a student of GS Ghurye and women sociologist in India, and one of the famous women sociologists in India. And she combined Indological literature with field work to study kingship and caste system in India. അപ്പം ഇരാവതി കാർവെയുടെ സ്റ്റഡി ചെയ്യുന്നത് കിങ്ഷിപ്പ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു ഇരാവതി കാർവെയുടെ പഠന വിഷയം എന്ന് പറയുന്നത്. ഹെർ ബുക്ക് കിങ്ഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ റിമൈൻസ് എ കീ വർക്ക് ഇൻ ദ ഫീൽഡ്. ഇരാവതി കാർവെയുടെ ഫേമസ് ബുക്കാണ് ദ കിങ്ഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത് നമ്മുടെ ഇൻഡോളജി, ദ തിങ് വൺ വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ്, ഒരു മേജർ എന്ന് പറഞ്ഞാൽ ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ആണ്. ഇൻഡോളജിക്കൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഇറ്റ് റിവൈവ് ദ സെൽഫ് റെസ്പെക്ട്. അപ്പൊ ഇൻഡോളജി നമുക്കറിയാം എന്താണ് ഇൻഡോളജി പഠിക്കുന്നത്? ഇന്ത്യൻ കൾച്ചർ, ഹിസ്റ്ററി, ലിറ്ററേച്ചർ, മിത്തോളജി, ഇതൊക്കെയാണ് ഇൻഡോളജിയുടെ ഒരു അക്കാഡമിക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പഠനം എന്താണ് ഇന്ത്യൻ ജനതയിൽ ഒരു സെൽഫ് റെസ്പെക്ട് സൃഷ്ടിക്കാൻ തുടങ്ങി. ഇതും ഒരു റീസൺ ആണ് സോഷ്യോളജി ഡെവലപ്മെന്റിന്. നമുക്കപ്പം ഇന്റഗ്രേഷൻ ഓഫ് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ തോട്ട്സ് നോക്കാം. അപ്പം ഇന്ത്യൻ സോഷ്യോളജി ഡെവലപ്പ് ബൈ ബ്ലെൻഡിങ് വെസ്റ്റേൺ സോഷ്യൽ സയൻസ് മെത്തഡോളജീസ് വിത്ത് ദ ഇന്ത്യൻ റിച്ച് കൾച്ചറൽ ആൻഡ് ലിറ്റററി ട്രഡീഷൻ. അപ്പം നമുക്ക് ഇന്ത്യൻ സോഷ്യോളജി നോക്കാണെന്ന് പറയുമ്പോൾ വെസ്റ്റേൺ മെത്തഡോളജി, സോഷ്യൽ സയൻസ് മെത്തഡോളജീസ് കമ്പൈൻ ചെയ്ത് എന്തുമായിട്ട് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷനും റിച്ച് ഇന്ത്യൻ കൾച്ചറും. അപ്പം ഇന്ന് കാണുന്ന ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്? അതായത് വെസ്റ്റേൺ സോഷ്യൽ സയൻസിന്റെ മെത്തഡോളജീസും
അത് എന്തിനായിട്ട് കമ്പൈൻ ചെയ്തു? ഇന്ത്യയുടെ ഒരു റിച്ച് കൾച്ചറിനെയും ലിറ്റററി ട്രഡീഷനെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഇന്ത്യൻ സോഷ്യോളജി ആ ഒരു രീതിയിൽ പഠിക്കുന്നത്. അപ്പം ഇത്രയാണ് എന്താണ് ദ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നമുക്കപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തായാലും നമ്മൾ ആ ഒരു നോക്കാം. അതായത് നമ്മൾ ആദ്യം നോക്കിയത് സോഷ്യൽ ആന്റിസിഡൻസ് ഓഫ് സോഷ്യോളജിക്കൽ ട്രഡീഷൻ ആയിരുന്നു. അതിൽ എന്തൊക്കെ പഠിച്ചു? പ്രീ ബ്രിട്ടീഷ് എറയിൽ എന്തായിരുന്നു സാമൂഹ്യാവസ്ഥ, സോഷ്യൽ തോട്ട്സ്, ഇപ്പം ഹിന്ദു ഫിലോസഫി, ഇസ്ലാം ഫിലോസഫി, ജെയിൻ, ബുദ്ധിസ്റ്റ്, സൂഫിസം, ദെൻ ജെയിൻ, ഇതൊക്കെയായിരുന്നു സോഷ്യൽ തോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് പഠിച്ചു നമ്മൾ? ബ്രിട്ടീഷുകാർ വന്നോടെ ചേഞ്ച് ചെയ്ത സ്ട്രക്ചർ പറഞ്ഞു. അത് കഴിഞ്ഞ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എമർജ് ചെയ്ത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ സോഷ്യൽ ആന്റിസിഡൻസ് അത്രയുമാണ്. ഈ നമ്മൾ നോക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ആണ്. അപ്പം നമ്മൾ റിഫോമിസ്റ്റ് മൂവ്മെന്റ്സ് ആയിട്ടുള്ള രാജാ റാം മോഹൻ റോയുടെ പഠിച്ചു. ദെൻ ഗോവിന്ദ് മഹാദേവ് റാണ്ടയുടെ പഠിച്ചു, റിഫോമിസ്റ്റ് മൂവ്മെന്റ്. ഇനി അത് കഴിഞ്ഞ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് നമ്മൾ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വിവേകാനന്ദന്റെ രാമകൃഷ്ണ മിഷൻ നോക്കി. അപ്പം ഇതൊക്കെയാണ് എന്താ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡെവലപ്മെന്റ്, സ്വദേശി മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, പിന്നെ എന്താ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്താണ് വിമൻസ് മൂവ്മെന്റ്, നക്സലൈറ്റ് മൂവ്മെന്റ്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇതൊക്കെയായിരുന്നു എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എന്ത് ചെയ്തത്, ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഫേവർ ചെയ്ത ഏരിയ എന്ന് പറയുന്നത്, സോഷ്യോളജിയെ ഫേവർ ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കിയത് ഇന്റലക്ച്വൽ ആന്റിസിഡൻസ് ആണ്, ഭൗതികപരമായിട്ടുള്ള നാൾവഴികൾ. അതിൽ നമ്മൾ നോക്കി എന്ന് പറയുന്നത് ദർ വാസ് ഒരു കൺഫ്യൂഷൻ. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ലേണിംഗ് വേണോ, അതോ ഇന്ത്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോഡേണിറ്റി അല്ലെങ്കിൽ സയൻസ് ആൻഡ് പ്രോഗ്രസ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്ത് ചെയ്തു അന്നത്തെ ഇന്റലക്ച്വൽസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു. ഇതായിരുന്നു അവിടെ ഒരു കൺഫ്യൂഷൻ. അതായത് മോഡേണിറ്റി വേണോ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വേണോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോഗ്രസ് വേണോ, അല്ലെങ്കിൽ ട്രഡീഷണൽ കസ്റ്റംസ് വേണോ, അല്ലെങ്കിൽ എന്താ പറയാ സ്പിരിച്വാലിറ്റി വേണോ, മെറ്റീരിയലിസം വേണോ, ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ അന്നത്തെ ഇന്റലക്ച്വൽസിന്റെ ഇടയിൽ നിലനിന്നിരുന്നു. ഇതാണ് ഇന്റലക്ച്വൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റിസിഡൻസ് എന്ന് പറയുന്നത്. ലേറ്റർ ഓൺ നമ്മൾ പഠിച്ചു ഇന്ത്യൻ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ എങ്ങനെയാണ് എമർജ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആദ്യം ഒരു സ്റ്റഡി സോഷ്യോളജി എമർജ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സും സോഷ്യൽ തിങ്കേഴ്സും ഇപ്പൊ ഫിലോസഫേഴ്സ് ഒക്കെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചു. എന്താണ് എംപിരിക്കൽ ഡേറ്റ ഫോം ചെയ്തു, അത് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ, അതായത് എന്തിനാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്ക്സും ലോവർ ജുഡീഷ്യൽ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ് എഡ്യൂക്കേഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുവഴി എന്താണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഒക്കെ കൊണ്ടുവരുന്നു. ഇത് പിന്നീട് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഒരു എന്താണ് യൂണിവേഴ്സിറ്റി കോളേജസ് ഒക്കെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു കൂടുതലായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ സോഷ്യോളജി, ഇന്ത്യൻ കസ്റ്റംസിനെയും ട്രഡീഷനെയും പഠിക്കാനായിട്ട് സോഷ്യോളജി എന്നൊരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു. പിന്നെ അതിന്റെ എന്താണ് കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആൻഡ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യൻ സോഷ്യോളജി നമ്മൾ പഠിച്ചെന്താണ് വെസ്റ്റേൺ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് മെത്തഡോളജി, ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ റിച്ച് കൾച്ചർ ആൻഡ് ലിറ്റററി ട്രഡീഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ത്യൻ സോഷ്യോളജി എന്ന ഫോം ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ, മേജർ ഇൻഫ്ലുവൻസ് ഓഫ് Indian sociological tradition, and thank you.